കൂട്ടുകാരെ ഉണ്ടല്ലോ ജെ4 ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതായത് ഇനി അങ്ങോട്ട് മഴയാണല്ലേ. ഇപ്പോൾ നമുക്കൊക്കെ ഇവിടെ മഴയാണ്, പക്ഷേ ഇന്ന് എന്തോ നല്ലൊരു തോർച്ചയുണ്ട്. അപ്പോൾ ഈ മഴയൊക്കെ പെയ്യുന്ന സമയത്ത് ഇപ്പം എൻ്റെ ഒരു റോസ് ചെടി ഞാൻ ഉദാഹരണം കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഈ റോസ് ചെടി ഇപ്പോഴത്തെ ഒരവസ്ഥ കാണുക. അപ്പോൾ നമ്മൾ അങ്ങനെ നിൽക്കുന്ന ചെടികളൊക്കെ ആരുടെയെങ്കിലും കയ്യിലുണ്ടെങ്കിൽ ഞാൻ ആ ചെയ്തു കൊടുക്കുന്ന രീതിയിൽ ചെയ്തു കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ റോസ് ചെടി പെട്ടെന്ന് നിറഞ്ഞിങ്ങനെ നല്ല ഇലകളൊക്കെ വന്ന് എന്താ പറയുക, പുതിയ പൂമൊട്ടുകളൊക്കെ വന്ന് നിറയുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഈ ഒരു രീതി എന്താണ് നമ്മൾ ചെയ്ത് കാണിക്കുന്നതെന്നാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ടും കാണാൻ ശ്രമിക്കണം. അപ്പോൾ വീഡിയോ കാണുന്നതോടൊപ്പം തന്നെ വീഡിയോയ്ക്ക് ലൈക്ക് തരാനും മറക്കരുത്. അതുപോലെ വീഡിയോ കാണുന്നതോടൊപ്പം തന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇപ്പോഴത്തെ ഒരു അവസ്ഥയാണ് എൻ്റെ റോസ് ചെടിയിൽ നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഇതുണ്ടല്ലോ, നമുക്ക് ഒത്തിരി പൂക്കൾ തന്നെ നമ്മുടെ റോസാച്ചെടിയായിരുന്നു. നമ്മൾ ഈ ചട്ടിയിൽ നമ്മുടെ റോസ് ചെടി നടുമ്പം എപ്പോഴും നമ്മൾ കൈവളം കൊടുത്തോണ്ടേയിരിക്കണം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മണ്ണിൽ സാധാരണ നമ്മൾ നിലത്ത് നടുവാണെങ്കിൽ കുറേ മണ്ണിൽ നിന്നുള്ള ആ ഒരു വളങ്ങളൊക്കെ ചെടിക്ക് ഓൾറെഡി കിട്ടും കേട്ടോ. പക്ഷേ ഇതല്ലല്ലോ, നമ്മൾ എന്ത് കൊടുത്താൽ മാത്രമാണ് ഇതുങ്ങൾ വളരുള്ളൂ. അപ്പം നമ്മുടെ വളത്തിൻ്റെ ചെറിയ കുറവ് കൊണ്ടും പിന്നെ അതുപോലെ മഴ ഇതെല്ലാം കൂടി അങ്ങ് വന്നപ്പോഴേക്കും നമ്മുടെ ചെടികൾ ഇപ്പം നിൽക്കുന്ന ഒരവസ്ഥയാണിത്. പിന്നെ ഞാൻ നോക്കുമ്പം ഈ ചെടിയിലേക്ക് നമ്മൾ എന്ത് ചെയ്ത് കൊടുത്തിട്ടും വലിയ കാര്യമില്ല. എന്നാണെന്നറിയാമോ, ഒന്നാമത് ഇതിൽ ലീഫില്ല, പിന്നെ ഇലകൾക്കൊക്കെ ഒരു മുരടിപ്പ് വന്നിട്ടുണ്ട്. പിന്നെ മൊത്തത്തിൽ കാണുമ്പോൾ തന്നെ അറിയില്ല ചെടീൻ്റെ ഒരു അവസ്ഥ ഭയങ്കര മോശമല്ല നിൽക്കുന്നത്. അപ്പോൾ ഇതുപോലെ നിൽക്കുന്ന ചെടീനെ ഇനിയിപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് കാണിച്ചു തരാവേ. അപ്പം ചെടികളുണ്ടല്ലോ, നമുക്ക് എപ്പോഴും നല്ല പൂക്കളായിട്ട് വരണമെങ്കിൽ നമ്മളിങ്ങനെ മൂത്ത് മുരടിച്ച് നിൽക്കുന്ന ചെടിയാണെങ്കിൽ നമുക്ക് പൂക്കൾ കുറയും. അപ്പോൾ എപ്പോഴും നമ്മൾ ചെയ്ത് കൊടുക്കേണ്ട ഒരു കാര്യമാണ് അത്. ഞാൻ എന്താണ് ചെയ്യുന്നത് അത് കണ്ടു നോക്കൂ കേട്ടോ. അപ്പോൾ അതേ രീതിയിൽ ആരുടെയെങ്കിലുമൊക്കെ കയ്യിലുള്ള ചെടികൾ ഈ ഒരു അവസ്ഥയിലൂടെയാണ് ഉള്ളതെങ്കിൽ അങ്ങനെയുള്ളവർക്ക് ഈ ഒരു വീഡിയോ വലിയ ഉപകാരമായിരിക്കും. അപ്പോൾ നമുക്ക് കാണാം അല്ലേ. അപ്പം നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്നറിയാമോ, നമ്മുടെ കൈവശം അതായത് ഈ റോസ് ഇപ്പം ഇങ്ങനെ നിൽക്കുന്ന റോസ് ഉണ്ടല്ലോ, അപ്പോൾ ഇതിനെ നമ്മൾ താഴ്ത്തി തന്നെ അങ്ങോട്ട് പ്രൂൺ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇപ്പം നമ്മൾ പ്രൂൺ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ ചെറിയ മഴയൊക്കെ ഇങ്ങനെ പെയ്യുന്നത് കൊണ്ട് നമ്മുടെ ചെടികൾ നല്ലോണം തളിർത്ത് വരുവേ. അതായത് റോസ് ചെടിക്ക് നമുക്ക് എപ്പോഴും പ്രൂണിങ് അത്യാവശ്യമാണ്. പ്രൂൺ ചെയ്താൽ മാത്രമാണ് റോസ് ചെടി നല്ല ഭംഗിയായിട്ട് പൂവിട്ട് വരുള്ളൂ. ഇതുപോലെ 1-2 പൂവൊക്കെ നിൽക്കുന്ന കാണുമ്പോൾ നമുക്ക് പ്രൂൺ ചെയ്യാനൊരു ബുദ്ധിമുട്ടായിരിക്കും അല്ലേ. പക്ഷെ അത് നോക്കിയിട്ട് കാര്യമില്ല. ഈ 1-2 പൂ നിൽക്കുന്നതിനേക്കാളും ഭംഗിയല്ലേ ഒത്തിരി പൂക്കൾ നമ്മുടെ ചെടിയിൽ തരുന്നത്. അപ്പോൾ എല്ലാ റോസിനെ ഇപ്പം എൻ്റെ കൈവശമുള്ള എല്ലാ റോസും ഞാൻ പ്രൂൺ ചെയ്യാൻ പോവുകയാണേ. അപ്പോൾ ഇനി കുറച്ച് നാളത്തേക്ക് നമ്മൾ പ്രൂൺ ചെയ്യുമ്പോൾ നമ്മുടെ റോസിൽ പൂക്കൾ കുറച്ച് കുറവായിരിക്കും കേട്ടോ. അപ്പോൾ റോസ് നമ്മൾ കുറച്ച് നാളത്തേക്ക് പൂ നോക്കണ്ട, പക്ഷേ ഇനി അതങ്ങ് വന്നു കഴിയുമ്പം ഒരു 1.5 പൂക്കളായിരിക്കും കേട്ടോ നമുക്ക് നമ്മുടെ റോസാ ചെടി തരുന്നത്. ഇത് നമ്മുടെ ഓർക്കിഡ് റോസാണ്, ഇത് കണ്ടോ. അപ്പോൾ ഇനി നമ്മളിത് കട്ട് ചെയ്ത് കൊടുക്കുമ്പം ഒത്തിരി നല്ല ഭംഗിയായിട്ട് കുറേ പൂക്കളുണ്ടാവേ. പിന്നെ ഈ റോസിനുണ്ടല്ലോ, ഇടയ്ക്കൂടെ നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് കുറേ റോസിൻ്റെ തണ്ടുകൾ നമുക്ക് ഉണങ്ങി നിൽക്കുന്നുണ്ടാവേ. അതൊക്കെ നമ്മളങ്ങോട്ട് കട്ട് ചെയ്ത് കൊടുക്കണം, നല്ലത് മാത്രം നിർത്തുക. ഇത് നമ്മുടെ കാശ്മീർ റോസാണ്. ഈ നമ്മുടെ റോസ് ചെടി വളർത്തുമ്പം ഈ റോസ് ചെടീൻ്റെ ചവിട്ടി കൂടെ ഉണ്ടല്ലോ ഇതുപോലെ ഇങ്ങനെ കാട്ട് റോസ് വളർന്നു വരും. ഇതാ നമ്മുടെ സാധാ റോസിനേക്കാളും അതിൻ്റെ ലീഫിന് ചെറിയൊരു വ്യത്യാസം ഉണ്ടാവും കേട്ടോ. അതായത് ഈ കാട്ട് റോസിന് ഇലകൾ 7 ഇതളുണ്ടാവും, 2, 4, 6, 1, 7. അപ്പോൾ അങ്ങനെ ഇലകൾ നോക്കിയിട്ട് നമുക്കത് മനസ്സിലാക്കാവേ. അപ്പോൾ ഇതുപോലെ നമ്മുടെ ചെടിയിൽ വരുന്ന കാട്ട് റോസിനെ നോക്കിയിട്ട് നമുക്കിതുപോലെ കട്ട് ചെയ്ത് കളയണം. ഈ ഒരു റോസ് നമ്മുടെ ചെടിയിൽ നിന്നിട്ടുണ്ടെങ്കിൽ നമ്മളെ കൈവശമുള്ള നല്ല റോസിനെ ഈ റോസ് നശിപ്പിച്ച് കളയും കേട്ടോ. റോസിനെ എല്ലാം നമ്മൾ വെട്ടിക്കൂട്ടിയിട്ടിട്ടുണ്ട്. ഇത് കണ്ടോ, ഇത് ശരിക്കും നമ്മൾ ഹാർഡ് പ്രൂണിങ് ആണ് കേട്ടോ ചെയ്തത്. ഇപ്പം എൻ്റെ ചെടീൻ്റെ ഒരു ഇതുപോലെയാണ് കേട്ടോ നമ്മുടെ ചെടി ഉള്ളത്. എല്ലാം നമ്മൾ മുട്ടയടിച്ച് നിർത്തിയേക്കുവാണ്. റോസിന് കൊടുക്കാൻ വേണ്ടിയിട്ട് ഉള്ള വളമാണ് ഇവിടെ എടുത്ത് വെച്ചേക്കണത്. അപ്പോൾ ഇത് ചാണകപ്പൊടിയാണ്. അപ്പോൾ ചാണകപ്പൊടിയൊക്കെ എല്ലാവരും വീട്ടിലുണ്ടാകുമായിരിക്കും അല്ലേ. ഇനി ഇല്ലാത്തവരാണെങ്കിലും വിഷമിക്കൊന്നും വേണ്ട, അതിനുള്ള വേറൊരു ഐഡിയയും കൂടെ പറഞ്ഞു തരാം. അപ്പോൾ ഇത് ഞാൻ ആവശ്യത്തിനല്ല, എനിക്ക് ഒത്തിരി ചെടികളുണ്ട്, കുറേ ചാണകപ്പൊടി വേണം. അപ്പോൾ ഞാനൊരു കുറച്ച് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് എല്ലുപൊടിയാണ്. അപ്പം ഇതുപോലെ നമ്മൾ കുറച്ച് എല്ലുപൊടി ഇട്ട് കൊടുക്കുന്നു. ഒരു എന്താ പറയുക 2 കൈപ്പിടി 3 കൈപ്പിടി കണക്കിന് അങ്ങ് ഇട്ട് കൊടുത്താൽ മതി. ഇനി അടുത്തായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് വേപ്പിൻ പിണ്ണാക്ക്. അപ്പോൾ ഇനി മഴക്കാലമൊക്കെ ആയതുകൊണ്ട് നമ്മുടെ ചെടികൾക്ക് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വേപ്പിൻ പിണ്ണാക്കൊക്കെ ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. അതായത് ഈ ഫംഗസ് കാര്യങ്ങൾ അങ്ങനെയൊന്നും വരാതിരിക്കും. അതുപോലെ ചെറിയ കീടങ്ങൾ ഒന്നും നമ്മുടെ ചെടീനെ അധികം അങ്ങോട്ട് ബാധിക്കാതിരിക്കും. അപ്പോൾ ഇത് രണ്ടും ഇട്ട് കൊടുത്തിട്ടുണ്ട്.
ഇനി അതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നതാണ് എപ്സോം സാൾട്ടാണ്. അപ്പോൾ ചെടികൾ കുറച്ചും കൂടെ നല്ല പെട്ടെന്ന് നല്ല കരുത്തായിട്ട് നല്ല ഇലകളൊക്കെ ആയിട്ട് വരും കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ഏകദേശം ഒരു 10 ഗ്രാമോളം നമ്മൾ ഇട്ടിട്ടുണ്ടാവും കേട്ടോ നമ്മുടെ എപ്സോം സാൾട്ട്. ഇനി ഞാൻ ആദ്യം പറഞ്ഞില്ല, ചാണകപ്പൊടി ഇല്ലാത്തവരാണെങ്കിൽ ഇപ്പം ഞാൻ ഈ കാണിച്ച ചാണകപ്പൊടി ഒഴിവാക്കിയിട്ട് എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്ക്, കടലപ്പിണ്ണാക്ക് കേട്ടോ, കടലപ്പിണ്ണാക്ക് നല്ലോണം പൊടിച്ച് ചേർത്ത് ഇതിൻ്റെ കൂടെ ഇളക്കി കൊടുക്കുക. അപ്പോൾ അത് നമുക്ക് ചാണകപ്പൊടി ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. പക്ഷേ എൻ്റെ കയ്യിൽ ഇപ്പോൾ കടലപ്പിണ്ണാക്ക് ഇല്ലാത്തതുകൊണ്ടാണ് ഞാനത് ചേർത്ത് കൊടുക്കാത്തത്. അതുപോലെ മുട്ടത്തോണ്ടുള്ളവർക്ക് മുട്ടത്തോട് പൊടിച്ച് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം. അപ്പോൾ ഇതെല്ലാം കൂടെ നല്ലോണം നമ്മളും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കണം. നമ്മുടെ റോസ് പൂവിടാനായിട്ട് ഏറ്റവും നല്ല വളമാണ് കേട്ടോ നമ്മൾ ഈ കൊടുക്കുന്നത്. നമ്മുടെ കൈവശമുള്ള റോസിൻ്റെ ചുവട്ടിലെ കാടും കാര്യങ്ങളും എല്ലാം നമ്മൾ പറിച്ച് കളഞ്ഞിട്ട് റോസിനെ ചോട് നല്ല ക്ലീൻ ആക്കി എടുക്കണം കേട്ടോ. ഇതുപോലെ നമ്മളെല്ലാ ചെടീൻ്റെ ചോടും ഇതുപോലെ വൃത്തിയാക്കിയിട്ട് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമ്മുടെ വളമുണ്ടല്ലോ, ഇതുപോലെ നമ്മളൊരു 1-2 എടുത്തിട്ട് ഇട്ട് കൊടുക്കുക. അപ്പം ഇങ്ങനെ നമ്മുടെ എല്ലാ ചെടിക്കും ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ചെടികൾ പെട്ടെന്ന് തന്നെ നല്ല ഒരു തളിർപ്പൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പം ഇതെനിക്ക് ബാക്കി എല്ലാ ചെടിക്കും ചെയ്യാനുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോക്ക് ലെങ്ത് ആകുന്നതുകൊണ്ട് ഞാനത് കാണിക്കുന്നില്ല. പിന്നെ നമ്മുടെ ചെടികൾക്ക് ഇനി മഴയാണ് വരാൻ പോകുന്നത് അല്ലേ. അപ്പോൾ പരമാവധി ചെറിയ മഴയൊക്കെ ആണെങ്കിൽ നമുക്കിങ്ങനെ കുറച്ച് മഴ പെയ്യുന്നിടത്ത് ഇരുന്നാലൊന്നും കുഴപ്പമില്ല. പക്ഷേ ഓവർ മഴ പെയ്യുന്ന സമയത്ത് നമ്മുടെ റോസിനെയൊക്കെ നമ്മളെടുത്ത് സേഫായിട്ട് വെക്കുക. ഇല്ലെങ്കിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ മഴവെള്ളം കെട്ടി നിന്നിട്ട് നമ്മുടെ റോസൊക്കെ ചീഞ്ഞ് പോകും കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അടുത്ത നമ്മുടെ സീസണൊക്കെ ആകുമ്പോഴേക്കും നമ്മളിങ്ങനെ കെയർ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ചെടികൾ നല്ല ഭംഗിയായിട്ട് നിൽക്കുവേ. പിന്നെ നമ്മുടെ ചെടിക്ക് കൂടുതലായിട്ട് എന്തെങ്കിലും ഒരു രോഗങ്ങളൊക്കെ കാണുവാണെങ്കിൽ അത് അടിഭാഗത്തുനിന്ന് റോസിൻ്റെ തണ്ട് അടിഭാഗത്തുനിന്ന് ഇങ്ങനെ ചീഞ്ഞ് വരികയൊക്കെ ആണെങ്കിൽ നമ്മൾ ഫംഗിസൈഡ് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അതായത് സാഫ്, അങ്ങനെ അത് വളം വിൽക്കുന്ന ഷോപ്പിൽ വാങ്ങാൻ കിട്ടും. ഇതാട്ടോ എല്ലാ ചെടിയും പ്രൂണിങ് ഒക്കെ ചെയ്ത് എല്ലാ ചെടിയുടെ ചൂട്ടിക്കൂട്ടി നമ്മൾ വളമൊക്കെ കൊടുത്ത് അങ്ങനെ നമ്മുടെ റോസ് ചെടീനെ അങ്ങനെ നിർത്തിയേക്കുവാണ്. ഇനിയിപ്പോൾ നല്ലോണം നനച്ചൊക്കെ കൊടുക്കുക. അല്ലെങ്കിൽ മഴയുണ്ടല്ലോ, അപ്പോൾ അത്യാവശ്യം മഴയൊക്കെ കിട്ടുമ്പോഴേക്കും വീണ്ടും നല്ല തളിർത്ത് വരും കേട്ടോ. അപ്പം ബാക്കി അപ്ഡേഷൻ ഞാൻ പിന്നീട് കാണിച്ചു തരാവേ. അപ്പോൾ എല്ലാവരും റോസ് ചെടിയൊക്കെ ഇപ്പോൾ ഞാൻ കാണിച്ചു തന്ന പോലത്തെ ഒരു അവസ്ഥയിലൊക്കെ നിൽക്കുന്നെങ്കിൽ എല്ലാവരും ഇതുപോലെയൊക്കെ ചെയ്ത് കൊടുക്കുക. ഇത് നമ്മുടെ മറ്റൊരു റോസാണ് കേട്ടോ. ഞാൻ കുറച്ച് ദിവസം മുന്നേ, ഇപ്പോൾ ചെയ്തതല്ല, കുറച്ച് ദിവസം മുന്നേ ഞാൻ ഇതുപോലെ ഒരു പ്രൂണിങ് ഒക്കെ കൊടുത്ത് നമ്മുടെ ചെടികൾ നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്. മുട്ടുകളൊക്കെ ഇടാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഞാൻ പറയുന്ന റോസ് ചെടിക്ക് നമുക്ക് ഇനി പൂക്കൾ വളരെ കുറഞ്ഞ് നിൽക്കുക അല്ലെങ്കിൽ ഹൈറ്റ് വെച്ച് പോയി നിൽക്കുകയൊക്കെ ആണെങ്കിൽ നമ്മൾ ഇതുപോലെ പ്രൂൺ ചെയ്ത് കൊടുക്കുക. അത് മാത്രമേ ഉള്ളൂ കേട്ടോ റോസ് നല്ല ബുഷിയായിട്ട് വരാനുള്ള മാർഗ്ഗം.